ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് മൈക്രോ ക്യാപ്പ്, ദാറ്റ് മീൻസ് 1000 കോടിക്ക് താഴെ മാർക്കറ്റ് ക്യാപ്പുള്ള ഏതാനും കമ്പനികൾ, ഒരു 100 കോടിക്ക് മുകളിൽ വേണേൽ മൈക്രോ ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും ഇടയ്ക്കെന്ന് വേണേൽ പറയാം. അന്ന് മൈക്രോ പാക്കാണെന്ന് പറയാൻ നമുക്ക് സാധിക്കത്തില്ല, സ്മോൾ ക്യാപ്പിലേക്ക് എത്തിയിട്ടുമില്ല ശരിക്കും. അപ്പം ഒരുപക്ഷെ മൈക്രോ ക്യാപ്പിൽ നിന്ന് സ്മോൾ ക്യാപ്പിലേക്ക് പോകാൻ സാധ്യതയുള്ള ഏതാനും കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് ശരിക്കും. ഞാൻ ഈ കമ്പനി ഒന്നും ട്രേഡ് ചെയ്തിട്ടുള്ളതല്ല, ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കുകൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ശരിക്കും നിങ്ങളും ഈ സ്റ്റോക്കുകളെ കുറിച്ച് പഠിക്കുക. നിങ്ങൾക്ക് ഞാൻ കാണാത്ത പല കാര്യങ്ങളും ഒരുപക്ഷെ കണ്ടെത്താൻ സാധിച്ചേക്കാം ശരിക്കും. ഇതിൻ്റെ ഫണ്ട് അനാലിസിസിൽ എൻ്റെ പഠിത്തം തുടങ്ങിയിട്ടേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മൈക്രോ ക്യാപ്പ് കമ്പനികൾ നമ്മൾ ട്രേഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഡിസിപ്ലിൻ, ഫണ്ട അനാലിസിസ് ഡിസിപ്ലിൻ കമ്പൽസറി ആയിട്ട് നമ്മൾ പാലിക്കണം. കാര്യം മൈക്രോ ക്യാപ്പാണ്, ഹ്യൂജ് ആയിട്ടുള്ള വോളറ്റിലിറ്റി ഉള്ള ഒരു സെഗ്മെൻറ്റാണ്. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, കൺസിസ്റ്റൻറ്റ് റിസൾട്ട് കൊടുക്കുമോ ഇല്ലയോ നമുക്കറിയില്ല. ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് ആ ഒരു സെഗ്മെൻറ്റിൽ ശരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഫണ്ട പാരാമീറ്റേഴ്സിൻ്റെ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് വെച്ചാണ് കുറച്ച് കമ്പനികൾ ഞാൻ ഫോളോ ചെയ്യുന്നത് ശരിക്കും. അപ്പം ആ സ്റ്റാൻഡേർഡ്സ് എന്തെല്ലാമെന്ന് വെച്ചാൽ, കൺസിസ്റ്റൻറ്റ് സെയിൽ ഉണ്ടായിരിക്കണം, കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം, കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് ഉണ്ടായിരിക്കണം, ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ദാറ്റ് മീൻസ് കടം കുറവുള്ള കമ്പനികളായിരിക്കണം. സാധാരണ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നമ്മൾ 1 വരെയൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഇത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.5 താഴെയുള്ള കമ്പനികളാണ് ഞാൻ കുറച്ച് കമ്പനികൾ ഫോളോ ചെയ്യുന്നത് ശരിക്കും. അതുപോലെ തന്നെ സ്ട്രോങ് ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കുന്ന കമ്പനി ആയിരിക്കണം, കടം കുറവുള്ള കമ്പനി ആയിരിക്കണം, പ്ലഡ്ജ്ഡ് ഷെയർ ഇല്ലാത്ത കമ്പനികളായിരിക്കണം. കാര്യം അത് സ്ട്രോങ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടായിരിക്കുന്ന കമ്പനി ആയിരിക്കണം. അങ്ങനെ കുറേ പാരാമീറ്റേഴ്സ് വളരെ സ്ട്രിക്റ്റായിട്ട് പാലിച്ചിട്ടാണ് കുറച്ച് കമ്പനികൾ ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ഇതൊക്കെ നമുക്ക് കൂടുതൽ കമ്പനികൾ പഠിക്കാനായിട്ട്, കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു വീഡിയോ ആയിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ ശരിക്കും. കൂടുതൽ പഠിക്കുക, കൂടുതൽ മനസ്സിലാകുന്നുള്ള കൺസെപ്റ്റിലാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ശരിക്കും. നമുക്ക് ഈ കമ്പനിയിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നമ്മുടെ ടെലഗ്രാമുണ്ട്, ബെഞ്ച് മാർക്സ് എന്നാണ് ടെലഗ്രാമിൻ്റെ പേര്. ലേണിംഗ് ഇൻപുട്സ് ആണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത്. ലേണിംഗ് ഇൻപുട്സ് താല്പര്യമുള്ളവർക്ക് തീർച്ചയായും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ ലേണിംഗ് ഇൻപുട്ട് ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ ബെഞ്ച് മാർക്സ്. ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കൊടുക്കാറില്ല. ഏതെങ്കിലും സ്റ്റോക്ക് കാണിച്ചാൽ ആ സ്റ്റോക്കിന്റെ പേര് കാണിക്കാറില്ല. അതിൻ്റെ അകത്തുള്ള കൺസെപ്റ്റ്സ് മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ശരിക്കും. ഈ കൺസെപ്റ്റ്സ് തീർച്ചയായും നിങ്ങൾക്ക് പഠനത്തിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ശരിക്കും. അതുപോലെ തന്നെ റയർ ആയിട്ടുള്ള പല കൺസെപ്റ്റ്സും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ബെഞ്ച് മാർക്സിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായും സ്വാഗതം ശരിക്കും. ഇതാണ് ഒരു നെറ്റ്ഷെൽ ഓഫ് നമ്മുടെ ബെഞ്ച് മാർക്സ് എന്ന് പറയുന്ന ടെലഗ്രാമിന്റെ ഡീറ്റെയിൽ ശരിക്കും. This video is absolutely not a recommendation. ഈ വീഡിയോ ഒരു വിധത്തിലുള്ള ബയോ സെല്ലോ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഒരു വിധത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഉള്ളി സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള സ്റ്റോക്കുകൾ, ഈ മൈക്രോ ക്യാപ് സ്റ്റോക്കുകളെ നമ്മൾ ബേസ്ഡ് ഓൺ 5 പാരാമീറ്റേഴ്സിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പാരാമീറ്റർ കൺസിസ്റ്റൻസി ഇൻ സെയിൽസ് ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്സ് വിത്ത് ക്രിട്ടിക്കൽ ഫോക്കസ് ഇൻ ലോവസ്റ്റ് ഡെപ്റ്റ് ആൻഡ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. കടം ഏറ്റവും കുറവുള്ള കമ്പനികൾ, അതുപോലെ തന്നെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള കമ്പനികൾ ഒന്ന്. രണ്ടാമത്തെ കാര്യം എക്സലന്റ് വാല്യുവേഷൻ. നമ്മൾ ബേസിക്കലി വാല്യുവേഷന് പി റേഷ്യോ ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 3 കമ്പാരിസൺ ഓഫ് ലേറ്റസ്റ്റ് കമ്പോണന്റ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത്. 4 നോ പ്ലെഡ്ജഡ് ഷെയർ. കാരണം എന്ന് വെച്ചാൽ പ്ലെഡ്ജഡ് ഷെയർ വെച്ചാൽ പ്രൊമോട്ടർ അയാളുടെ ഷെയർ പ്ലെഡ്ജ് ചെയ്യുന്നു എന്നുള്ള ഒരു സാഹചര്യം ഇല്ലായ്മ ശരിക്കും. അതാണ് നോ പ്ലെഡ്ജഡ് ഷെയർ. 5 ഫോക്കസ് ഓൺ കമ്പനീസ് ഹാവിംഗ് എസ്കലേറ്റിംഗ് റവന്യൂസ് ആൻഡ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിലെ റവന്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ എപ്പോഴും പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ 5 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇവാലുവേഷനെ ബേസിക്കലി എടുത്തിരിക്കുന്നത് ശരിക്കും. ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്ന KP എനർജി എന്ന് പറയുന്ന കമ്പനിയാണ്, KP എനർജി ലിമിറ്റഡ്. ഈ കമ്പനികളൊക്കെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് ഒരു 250 കോടിക്കും 1000 കോടിക്കും ഇടയിലുള്ള കമ്പനികളാണ് ശരിക്കും. എന്ന് വെച്ചാൽ മൈക്രോ ക്യാപ്പ് എന്ന് പറയാൻ പറ്റത്തുമില്ല, എന്നാൽ സ്മോൾ ക്യാപ്പിലേക്ക് എത്തിയിട്ടുമില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ബേസിക്കലി റിന്യൂവബിൾ എനർജിയിലെ ഒരു ലീഡേഴ്സ് ആണ് ഈ കമ്പനി. അവർ കീ റീസൺസ് ഫോർ സക്സസ് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. സ്ട്രോങ് മാനേജ്മെന്റ് ടീമാണ്, എഫിഷ്യന്റ് കോസ്റ്റ് സ്ട്രക്ചർ ആണ്, സ്ട്രോങ് ഓർഡർ ബുക്ക് ആണ് അവർക്കുള്ളത് ശരിക്കും. കമ്പനിയുടെ സ്നാപ്ഷോട്ട് ആണ്. നിങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ സാധിക്കും. കമ്പനിയുടെ ബാക്കിയുള്ള എന്താ പറയണ്ടേ സബ്സിഡറി കമ്പനീസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. KP എനർജി ലിമിറ്റഡ്, KP ബിൽകോൺ പ്രൈവറ്റ് ലിമിറ്റഡ്, KP ഹ്യൂമൻ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ.
ഗുജറാത്തിലെ നമ്പർ 1 കമ്പനിയാണ്. പാർട്ട് ഓഫ് 4 ബില്യൺ KP ഗ്രൂപ്പാണ്. ഡൈവേഴ്സിഫൈഡ് ആണ്. ഓവർ 200 മെഗാവാട്ട്സ് എനർജൈസ്ഡ് കമ്പനിയാണ് ശരിക്കും. ഇതാണ് ബിസിനസ് പൈപ്പ് ലൈൻ. വളരെ എന്താ പറയണ്ടേ, ഇമ്പോർട്ടൻസ് ഉള്ള സംഗതിയാണ് എന്തുമാത്രം ഓർഡർ കയ്യിലുണ്ടെന്നുള്ളത്. അത് ഏർണിങ്സ് വിസിബിലിറ്റിയെ കാണിക്കുന്ന കാര്യമാണ് ഓർഡർ ഇൻ ഹാൻഡ് എന്ന് പറയുന്ന കാര്യം. സോ വിൻഡിന്റെ പൈപ്പ് ലൈൻ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഹൈബ്രിഡ് ഉണ്ട്. ആണ് കമ്പനിയുടെ ബേസിക് എന്താ പറയണ്ടേ, ഫണ്ട ബേസ് ആണ്. മാർക്കറ്റ് ക്യാപ്പ് 632 കോടി. സ്റ്റോക്കിന്റെ PE 14.4 വേഴ്സസ് ഇൻഡസ്ട്രി 34.9. ഇൻഡസ്ട്രി പിയുടെ പകുതി പോലും സ്റ്റോക്ക് PE വന്നിട്ടില്ല ശരിക്കും. ആൻഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 51.8%. ആൻഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഈസ് 42.4% ആക്ച്വലി. എക്സലന്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്മെന്റും എക്സലന്റ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയുമാണ് ശരിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കടം ഏറ്റവും കുറവുള്ള കമ്പനി 0.28 ഉള്ളൂ. കടം 35 കോടിയേ ആകെയുള്ളൂ ഈ കമ്പനിക്ക്. മാർക്കറ്റ് ക്യാപ്പ് 632 കോടിയാണെങ്കിൽ കടം 35 കോടിയേ ഉള്ളൂ. അതുകൊണ്ട് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഇക്വിറ്റി ഡെപ്റ്റ് തമ്മിലുള്ള റേഷ്യോ 0.28 ഉള്ളൂ ശരിക്കും. പക്ഷെ ഒരു ചെറിയൊരു ഒരു ഫാൾട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 44.8% ഉള്ളൂ. പ്രൊമോട്ടർ ഹോൾഡിംഗ് നമ്മൾ സാധാരണ ഒരു 50ക്ക് മേളിലൊക്കെ ആണെങ്കിൽ നന്നായിരുന്നു എന്നുള്ള സങ്കല്പമാണ് എനിക്കുള്ളത് ശരിക്കും. 44.8% ഉള്ളൂ ശരിക്കും. പിയാനിലൊക്കെ ഉണ്ട് നോക്ക്. കഴിഞ്ഞ മാർച്ച് 2020 നമ്മുടെ കോവിഡിന്റെ സമയത്ത് 74 കോടി റവന്യൂ ആയിരുന്ന കമ്പനി 74 നിന്ന് 69, 69 നിന്ന് 250, 250 നിന്നും 434 ശരിക്കും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 11 കോടി, 18 കോടി, 35 കോടി, 69 കോടി ശരിക്കും. ആൻഡ് OPM മാർജിൻ 15, 26, 14 ആൻഡ് 16. EPS നോക്ക്. കഴിഞ്ഞ 4 കൊല്ലത്തെ 50 പൈസയിൽ നിന്നും 19 രൂപ 71 പൈസ. കഴിഞ്ഞ കൊല്ലം 9.42 ആയിരുന്നു. അതാണ് 19.71 ആയിട്ട് ഷൂട്ടപ്പ് ചെയ്തത്. ആൻഡ് ബാലൻസ് ഷീറ്റ് റിസർവ് 43 കോടി, 50 കോടി, 72 കോടി, 113 കോടി റിസർവ്. ബൊറോയിൻസിൽ ആ ഒരു റിസൾട്ട് വന്ന ഗ്രോത്ത് ബൊറോയിൻസിൽ വന്നിട്ടില്ല ശരിക്കും. ക്യാഷ് ഫ്ലോ കഴിഞ്ഞ കൊല്ലം 22 കോടിയായിരുന്നു ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. അതാണ് 45 കോടി. നമ്മളെ സംബന്ധിച്ച് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വളരെ ക്രിട്ടിക്കലാണ് ശരിക്കും. അതാണ് ഇക്കൊല്ലം 45 കോടിയുടെ കുതിച്ചുയർന്നത് ശരിക്കും. ഓൾമോസ്റ്റ് 2x ആണ് അല്ലെ. 2xന് മേളിലാണ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത്, ക്യാഷ് ഫ്ലോ വന്നിരിക്കുന്നത്. അടുത്ത കമ്പനി അഗർവാൾ എന്ന് പറയുന്ന കമ്പനിയാണ്. ബേസിക്കലി ഇന്ത്യസ് ലാർജസ്റ്റ് ബിറ്റുമൻ കമ്പനി ഇൻ പ്രൈവറ്റ് സെക്ടർ. എന്ന് വെച്ചാൽ ബിറ്റുമൻ മീൻസ് ഈ ടാർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് പ്രൈവറ്റ് സെക്ടറിൽ അഗർവാൾ എന്ന് പറയുന്ന കമ്പനി. മാർക്കറ്റ് ക്യാപ്പ് 1000 കോടിക്ക് അടുത്തുണ്ട്. 924 കോടി മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. പക്ഷേ സ്റ്റോക്കിന്റെ PE എന്ന് പറയുന്നത് 10 രൂപ, ജസ്റ്റ് 10 ആണ്. എഗൻസ്റ്റ് ഇൻഡസ്ട്രി PE 10.9. ഇപ്പൊ 10.9 താഴെയാണ് സ്റ്റോക്ക് PE കിടക്കുന്നത്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയി 23.8 ആൻഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി 26.6. രണ്ടും നല്ല റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും റിട്ടേൺ ഓൺ ഇക്വിറ്റിയും ബോത്ത് ആർ വെരി ഗുഡ് ആക്ച്വലി. ആൻഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈസ് ഗുഡ്. 57.2% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്ക് 0.39 ഉള്ളൂ. ആൻഡ് ഡെപ്റ്റ് 158 കോടിയേ ഉള്ളൂ ശരിക്കും ഡെപ്റ്റ്. ആൻഡ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.39 ആൻഡ് നോ പ്ലിജഡ് പെർസെൻറ്റേജ്. പ്ലിജഡ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ഒന്നും കമ്പനിക്ക് ഇല്ല എന്നുള്ളതാണ് ശരിക്കും. പിയാനിലെ കൊണ്ട് നോക്ക്. മാർച്ച് 2020 757, 904, 1598, 2015 റവന്യൂ ഗ്രോത്ത് ആണ് ഓരോ കൊല്ലത്തെ. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്ക്. കഴിഞ്ഞ 5 കൊല്ലത്തെ എടുത്താൽ 37 കോടി, 46 കോടി, 71 കോടി, 106 കോടി, 136 കോടി ശരിക്കും. പ്രത്യേകിച്ച് ഇൻഫ്രയില് കണ്ടമാനം ഡെവലപ്മെന്റ്സ് വരുന്നത് കൊണ്ട് തന്നെ ഈ കമ്പനികൾക്കൊക്കെ വ്യക്തിപരമായിട്ട് ഞാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ എപ്പോഴും പറയുന്ന പോലെ തന്നെ പാസ്റ്റ് പെർഫോമൻസ് നെവർ ഗ്യാരണ്ടി ഫ്യൂച്ചർ പെർഫോമൻസ്. നെറ്റ് പ്രോഫിറ്റ് 13, 26, 41, 64, 92 ശരിക്കും. ആൻഡ് EPS 13 രൂപ, 24 രൂപ, 39 രൂപ, 48 രൂപ, 61 രൂപ, 61.68. ആൻഡ് ബാലൻസ് ഷീറ്റ് നോക്ക്. റിസർവ് 123, 147, 186, 277, 389 റിസർവ്സ് കൂടുന്ന കണ്ടോ കമ്പനിയുടെ. അതനുസരിച്ച് ബൊറോയിൻസ് കൂടുന്നില്ല. ബൊറോയിൻസ് 171 കോടിയിൽ നിന്നും 158 കോടിയായിട്ട് കുറഞ്ഞു ശരിക്കും. മാനേജ്മെന്റ് ആ കേപ്പബിലിറ്റിയാണ് കാണിക്കുന്നത് കടം കുറയ്ക്കുക എന്ന് പറയുന്നത്. ആൻഡ് ക്യാഷ് ഫ്ലോ 49 കോടി, 49 കോടി, 65 കോടി, 157 കോടി ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഓക്കെ. ആൻഡ് ഐസിംഗ് ഓൺ കേക്ക് എന്ന് പറയുന്നതാണ് ക്രിസിൽ റേറ്റിംഗ്. കഴിഞ്ഞ ജാനുവരി മാസം 3-ാം തീയതി ഈ കമ്പനിയുടെ ലോങ് ടേം ഡെപ്റ്റിനെ അപ്ഗ്രേഡഡ് ഫ്രം ക്രിസിൽ BBB+ ടു ക്രിസിൽ A- സ്റ്റേബിളിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അത് വലിയൊരു കമ്പനികളെ സംബന്ധിച്ച ഒരു വലിയൊരു അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ് ശരിക്കും.
Next company, India Gelatin and Chemicals Limited. Market cap 246 കോടി. Stock PE 10.3 against industry PE 27.1. Industry PE പകുതി പോലും stock PE വന്നിട്ടില്ല. Return on capital employed 25.1. Return on equity is 19. Promoter holding, excellent promoter holding, 61.4% and no pledged percentage. Debt to equity ratio നോക്ക് 0.07, വളരെ പാൽട്രി ആണ് അല്ലെ. ഡെപ്റ്റ് ആകെ 10 കോടിയെ ഡെപ്റ്റ് ഉള്ളൂ ഈ കമ്പനിക്ക്. 0.07 ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ഓൾറെഡി 0.07 ഉള്ളൂ ശരിക്കും. PR കൊണ്ട് നോക്കാം. മാർച്ച് 2019 സെയിൽസ് റവന്യൂ 112, 132, 144, 160, 205. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 5, 7, 9, 8, 33. ആൻഡ് ബെസ്റ്റ് ഇൻ ദി ക്ലാസ് ആണ് OPM മാർജിൻ. കഴിഞ്ഞ 13 ഇയേഴ്സിലെ ബെസ്റ്റ് ഇൻ ദി ക്ലാസ് OPM മാർജിൻ കമ്പനിക്ക്. സോ EPS നാച്ചുറലി ആ ഒരു വ്യത്യാസം പറഞ്ഞല്ലോ. 7 രൂപ, 10 രൂപ, വീണ്ടും 7 രൂപ, 33.70 രൂപ ശരിക്കും വന്നിരിക്കുന്നത് ശരിക്കും. സോ ഓൾമോസ്റ്റ് വളരെ കൺസിസ്റ്റന്റ് ആണല്ലേ ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു മാർച്ച് 2022 മാത്രമേ ഉള്ളൂ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ഒരു ചെറിയ ഡിപ്പ് വന്നിട്ട് അത് ശരിക്ക് EPS വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. ആ സമയത്ത് ടാക്സ് കമ്പനി കൂടുതൽ കൊടുത്തിട്ടുണ്ട്. 23% എന്നുള്ള ടാക്സ് 24%, 1% കൂടുതൽ കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് കമ്പനി. ആൻഡ് കോമഡർ സെയിൽസ് ഗ്രോത്ത് ട്രെയിലിംഗ് 12 months 28%, പ്രോഫിറ്റ് ഗ്രോത്ത് 393% ട്രെയിലിംഗ് 12 months. ബാലൻസ് ഷീറ്റ് നോക്ക് 97, 103, 108, 129 റിസർവ് എന്ന് പറയുന്ന സംഗതി. ബോറോയിൻസ് കഴിഞ്ഞ പോലെ മാത്രമുള്ള ഒരു 10 കോടി ബോറോയിൻ വന്നിരിക്കുന്നത്, ഒരു കടം വന്നിരിക്കുന്നത്. ക്യാഷ് ഫ്ലോ 5 കോടി, 7 കോടി, 6 കോടി, 9 കോടി, 18 കോടി. എക്സലന്റ് പെർഫോമൻസ് ആണ് കഴിഞ്ഞ കൊല്ലം കമ്പനിക്ക് ആ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കാഴ്ചവെച്ചത് ശരിക്കും. അടുത്ത കമ്പനി ജീനാസിക്കോ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് ബേസിക്കലി ആയുർവേദ മെഡിസിൻസ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആയുർവേദിക് മെഡിസിൻസ് ആണ് ഇവർ ഫോക്കസ്ഡ്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 645 കോടിയാണ്. സ്റ്റോക്ക് PE 19.1 against ഇൻഡസ്ട്രി PE 24.4. ROCE 103%, ROE 92% ശരിക്കും. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.01. ഡെപ്റ്റ് എന്ന് വെച്ചാൽ ആപ്പാടെ 81 ലക്ഷമേ ഉള്ളൂ. 0.81 CR, ദാറ്റ് മീൻസ് ജസ്റ്റ് 81 lakhs ആണ് ശരിക്കും. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.01, ദാറ്റ് മീൻസ് ഡെപ്റ്റ് ഇല്ലെന്ന് വേണം പറയാം. എക്സലന്റ് പ്രൊമോട്ടർ ഹോൾഡിംഗ് 65.9% പ്രൊമോട്ടർ ഹോൾഡിംഗ്. സെയിൽസ് മാർച്ച് 2019 23 വരെ 106, 94, 136, 146, 204. എന്താ പ്രോഗ്രഷൻ അല്ലേ ശരിക്കും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 11, 11, 17, 18, 46. ആൻഡ് OPM മാർജിൻ 10, 11, 13, 12, 23 ശരിക്കും. നെറ്റ് പ്രോഫിറ്റ് നാച്ചുറലി റിഫ്ലക്ഷൻ പറഞ്ഞല്ലോ. 6 കോടി, 6 കോടി, 10 കോടി, 11 കോടി, 34 കോടി. കോമൺ സെയിൽസ് ഗ്രോത്ത് ട്രെയിലിംഗ് 12 months 39% ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത് 216%. റിലേറ്റീവ്ലി എന്താ പറയണ്ടേ, സ്റ്റോക്ക് മാർക്കറ്റിൽ റീസെന്റ് ആയിട്ട് വന്നൊരു കമ്പനിയാണ്. വലിയ ഒരു 3 years ഒക്കെ ആയിട്ടുള്ളൂ വന്നിട്ട് ശരിക്കും കമ്പനി. ആൻഡ് ബാലൻസ് ഷീറ്റ് നോക്കും, റിസർവ് നോക്കുക 14, 24, 26, 112. എക്സലന്റ് അല്ലേ. 26ന്റെ എത്ര ടൈംസ് ആണ് ഇത് വന്നിരിക്കുന്നത്? സംതിങ് അറൌണ്ട് 4.5x ആണ് വന്നിരിക്കുന്നത് റിസർവ്സ് ശരിക്കും. ബോറോയിങ്സ് നമ്മൾ കണ്ടല്ലോ, 16 കോടി, 12 കോടി, 12 കോടി, 7 കോടി, 1 കോടി ശരിക്കും. അതർ ലൈബിലിറ്റി എന്ന് പറയുന്നത് 24 crores ആണ്. ക്യാഷ് ഫ്ലോ 18 കോടിയിൽ നിന്നും 17 കോടി, 17 കോടി. സ്റ്റേബിൾ ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ് ശരിക്കും. അടുത്ത കമ്പനി ഐസ് മേക്കിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ്. റെഫ്രിജറേഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ശരിക്കും. മാർക്കറ്റ് ക്യാപ്പ് 618 കോടി ശരിക്കും. സ്റ്റോക്ക് PE 29.7, ഇൻഡസ്ട്രി PE 33.6. ഇൻഡസ്ട്രി PEകളും താഴെയാണ് സ്റ്റോക്കിന്റെ PE. ROCE is 37%, ROE is 29.1%. Both are excellent figures actually. പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുക 74.5%. ഹയസ്റ്റ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് കമ്പനിക്കുള്ളത് ശരിക്കും. ഡെപ്റ്റ് എന്ന് പറയുന്ന ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.06 ഉള്ളൂ. ഡെപ്റ്റ് ആപ്പാടെ 4 കോടി, ക്ലോസ് ടു 5 CR ഉള്ളൂ ഡെപ്റ്റ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വളരെ പാൽട്രി ആണ്, 0.06 ഉള്ളൂ. ആൻഡ് നോ പ്ലെഡ്ജഡ് പെർസെന്റേജ്. സെയിൽസ് റവന്യൂ നോക്കുക 132 കോടി, 138, 135, 206, 312.
See the operating profit 14, 13, 10, 14, 32 ഹയസ്റ്റ് ആണ്. ഹയസ്റ്റ് ഇൻ ദി കമ്പനി മാർക്കറ്റ് വന്നതിന് ശേഷമുള്ള ഹയസ്റ്റ് ഫിഗർ ആണ് കഴിഞ്ഞ കൊല്ലം കാഴ്ചവെച്ചത് 32 കോടി. ആൻഡ് ബെസ്റ്റ് OPM പെർസെൻറ്റേജ് 10%. ഈ ഒരു ക്ലാസ്സിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ശരിക്കും 10%. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞിട്ട് EPS 3 രൂപ 22 പൈസ, 2.30, 4.66, 13.18. കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 5 കൊല്ലത്തെ 51% ആൻഡ് കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് 185%. ബാലൻസ് ഷീറ്റ് റിസർവ് 38, 41, 46, 65. ബോറോയിൻസ് എന്ന് പറയുന്നത് 17, 10, 11, 5 5ആയിട്ട് ചുരുങ്ങി ശരിക്കും. അതർ ലൈബിലിറ്റി മാത്രമേ ഉള്ളൂ കൂടിയിട്ടുള്ളത്. ക്യാഷ് ഫ്ലോ 0, 12 കോടി, 8 കോടി, 24 കോടി. 8ന്റെ 3x ആണ് ക്യാഷ് ഫ്ലോയിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ദിസ് വീഡിയോ ഈസ് ആബ്സൊല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ഈ പാരാമീറ്റേഴ്സ് വെച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഏതാനും കമ്പനിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ഞാനും ഈ കമ്പനിയുടെ പഠിത്തം തുടങ്ങിയിട്ടേ ഉള്ളൂ ശരിക്കും. എന്നെപ്പോലെ തന്നെ നിങ്ങളും സമയമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും തുടങ്ങണം. ഞാൻ കാണാത്ത പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചേക്കാം. തീർച്ചയായും നിങ്ങൾക്ക് കമൻസിൽ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യുന്നത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ശരിക്കും. സൈനിങ് ഓഫ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിടിക്കും.